നമസ്കാരം. ഉന്നത കുലജാതനായ സുരേഷ് ഗോപിയുടെ ഉള്ളിലെ ജാതിബോധത്തിന്റെ ഒരു വേർതിരിവ് നോക്കണം. കഴിഞ്ഞ ദിവസം എയിംസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രതികരണം. ആ പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ രണ്ട് വ്യക്തികളെ അഭിസംബോധന ചെയ്യുന്ന രീതി നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ജാതിബോധം കൊണ്ട് ഒരു വ്യക്തിയെ പേര് വിളിക്കുക, മറ്റൊരാളെ ചേട്ട എന്ന് വിളിക്കുക, പ്രായം കൊണ്ട് മുതിർന്ന ആളെ പേര് വിളിക്കുക. എന്നാൽ പ്രായത്തിൽ തന്നെക്കാൾ നേരിയ തോതിൽ വ്യത്യാസമുള്ള ആളെ ചേട്ട എന്ന് വിളിക്കുമ്പോൾ ഒരാളുടെ വയസ്സ് 80 കഴിഞ്ഞ ആൾ, മറ്റൊരാൾ 60 കടന്നു പോകുന്ന ആൾ, അങ്ങനെയുള്ള ആളിൽ രണ്ടുപേരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ. എന്തായിരിക്കും അതിന്റെ കാരണമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ എയിംസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പുതിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സ്ഥലം തരാമെന്നുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് അദ്ദേഹം ഇട്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായ അപ്രോച്ചാണ്. ഇതായിരുന്നു കഴിഞ്ഞ 10 വർഷവും ഇതിനു മുമ്പത്തെ സർക്കാരിൽ നിന്ന് വേണ്ടിയിരുന്ന ഒരു ഒരു സമീപനം ഇതായിരുന്നു. ഇനി മുരളിച്ചേട്ടനും അതങ്ങനെ പറഞ്ഞെങ്കിലും അത് ജനങ്ങളെ അറിയിച്ച് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാനും അതിൽ നിന്ന് എനിക്ക് അതുപോലെയുള്ള അറിവ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ഒഫീഷ്യൽ പ്രൊസീജിയറുണ്ട്. അതനുസരിച്ച് ആദ്യം മുതൽ പറയുന്നത് 2016 രാജ്യസഭയിൽ എത്തിയപ്പോൾ മുതൽ പറയുന്നത് ശ്രീ പിണറായി വിജയനോടായാലും ശരി തന്നെ ആരോഗ്യമന്ത്രിമാർ രണ്ടുപേരോടായാലും പറഞ്ഞിരുന്നത് ഇവിടെ നിന്ന് എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സന്നദ്ധത അറിയിക്കുമ്പോൾ 5 സ്പോട്ടുകൾ അതിന് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. മുരളിച്ചേട്ടൻ, ഏത് ആരോഗ്യമന്ത്രി മുരളിച്ചേട്ടൻ, പിണറായി വിജയൻ, കണ്ടല്ലോ, ചേട്ടൻ എന്നോ പ്രായമായ യാതൊന്നുമില്ല, പിണറായി വിജയൻ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ പിണറായി വിജയൻ എന്നും മുരളീധരനെ മുരളിച്ചേട്ട എന്നും വിളിച്ചിട്ടുണ്ടാവുക? മുരളീധരൻ സ്വാഭാവികമായിട്ടും ഉന്നത കുലജാതനായിട്ടുള്ള വ്യക്തിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടാ വിളി അഭിസംബോധന നിങ്ങൾ ശാഖയിൽ കണ്ടിട്ടില്ലേ? ആ ഒരു അവലംബം ആർക്കുണ്ട്? അത് മുരളീധരനുണ്ട്. പിണറായി കോരന്റെ മകൻ. നമ്മൾ പണ്ട് തൊട്ടേ എന്ത് വിളിച്ചേ ശീലിച്ചിട്ടുള്ളൂ? ജാതിയിൽ കുറഞ്ഞവരെ അല്ലെങ്കിൽ പിന്നോക്കക്കാരെ എല്ലാം പേര് വിളിച്ചേ ശീലിച്ചിട്ടുള്ളൂ. അവർക്ക് ചേട്ട എന്നോ ബഹുമാനാർത്ഥം അവരെ 80 വയസ്സ് കഴിഞ്ഞെങ്കിൽ പോലും പേര് വിളിക്കേണ്ട യോഗ്യതയേ ഉള്ളൂ. ഇതാണ് മനോഭാവം. ഈ മനോഭാവമാണ് നാട് മനസ്സിലാക്കേണ്ടത്. സംസാരത്തിലും പ്രവൃത്തിയിലും നോട്ടത്തിലും വാക്കിലുമെല്ലാം ജാതീയ ബോധം എങ്ങനെയാണ് ഇവർ കൊണ്ടു നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നമ്മൾ എല്ലാ മനുഷ്യർക്കും ഒരേ പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും മുരളീധരനെ മുരളീധരൻ എന്ന് തന്നെ പറയും, മുരളി ചേട്ട എന്ന് വിളിക്കില്ല. പിണറായി വിജയൻ എന്ന് ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സുരേഷ് ഗോപിക്ക് വിളിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ആ വ്യത്യാസവും മനോഭാവമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരേ വംശത്തിൽ ഒരേ കുലത്തിൽ ഉന്നത കുലത്തിൽ പിറന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബഹുമാനിക്കണം. മറ്റവർ ആര്? പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാർ ഞങ്ങളിൽ നിന്ന് ബഹുമാനം അർഹിക്കുന്നവരെയല്ല. കാര്യം നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് കുലത്തൊഴിലുമായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നവന്മാരാണ്. ഇവരിപ്പോൾ അധികാര കേന്ദ്രത്തിലെത്തിയാൽ നമ്മൾ ബഹുമാനിക്കാനോ? അതിന് വേറെ ആളെ നോക്കണം. ഇതാണ് മനോഭാവം. ഇതുകൊണ്ടാണ് ചില പേരുകൾ വിളിക്കുമ്പോൾ വല്ലാതെ, കാര്യം ഉന്നത കുലരാണെങ്കിൽ അവരെ മുന്നിൽ കാണുമ്പോൾ വിനയവും അതോടൊപ്പം തന്നെ ബഹുമാനവും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അല്ലാത്തവരെന്ന് കണ്ടാൽ, തൊലിനിറം കണ്ടു കഴിഞ്ഞാൽ, ജാതി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരംശം പോലും അവരുടെ മുന്നിൽ കുനിയില്ല. നിങ്ങൾ നേരെ നരേന്ദ്രമോദിയെ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരഭാഷയും, എന്നാൽ ഇവിടെ വരുമ്പോൾ സാധാരണക്കാരുടെ മനുഷ്യരുടെ ഇടയിൽ നോക്കുമ്പോഴുള്ള ശരീരഭാഷ, നെഞ്ചും വിരിച്ചു നിൽക്കുന്ന രീതി മാത്രം നോക്കിയാൽ മതി. കുമ്പിടേണ്ടടുത്ത് കുമ്പിടുന്നവരാണ്. ആ കുമ്പിടേണ്ട ആൾക്കാരെ ആരാണെന്ന് അവർക്കറിയാം. അവിടെ പോയി നടുവളഞ്ഞു നിൽക്കുകയും, എന്നാൽ എല്ലാത്തരം മനുഷ്യരോട് അത്തരം ബഹുമാനം കാണിക്കാൻ മനസ്സില്ലാത്തവരാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആ ജാതീയ ബോധം, അത് സുരേഷ് ഗോപിയിലായിക്കോട്ടെ, സതീശ മേനോനിലായിക്കോട്ടെ, സംഘികളിലായിക്കോട്ടെ, പലരുടെ ഉള്ളിലും കുടിയേറിയിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രവേശനോത്സവ ദിനത്തിൽ കഴക്കൂട്ടത്തെ MLA ആയിട്ടുള്ള വി മുരളീധരൻ പോലും കട്ടയില സ്കൂളിൽ ചെന്നിട്ട് മുട്ടായി തട്ടിക്കൊടുക്കുന്ന രീതി, അവിടെ ബഹുമാനവും ആദരവും അർഹിക്കാത്ത കുരുന്നുകൾ എന്ന പോലെ സ്വന്തം മക്കളോ സംഘികളോ അല്ലെങ്കിൽ ഉന്നത കുലജാതന്മാരുടെ മക്കളുടെ മുന്നിൽ ഒരിക്കലും മുരളീധരന്റെ കൈ ഇതുപോലെ മുട്ടായി ഇട്ട് കൊടുക്കാൻ പൊന്തത്തില്ല, വിറയ്ക്കും. അത്രയേ ഉള്ളൂ ഈ നാട്ടിലെ ജാതീയതയെന്ന് നാട്ടുകാരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് വ്യത്യസ്ത അഭിസംബോധനകൾ നിങ്ങളെ കേൾപ്പിച്ചത്.